പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു CME ക്ലാസ്സിൽ ഒരു ടെക്നീഷ്യൻ HIV ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസുമായി ബന്ധപ്പെട്ട് ലബോറട്ടറി പരിശോധനകളെക്കുറിച്ച് പറയാമോ എന്നുള്ള ഒരു സംശയം ഉന്നയിച്ചിരുന്നു. HIV ബന്ധപ്പെട്ട ലബോറട്ടറി പരിശോധനകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. HIV ടെസ്റ്റുകളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്താണെന്ന് തോന്നുന്നു, ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു പിഞ്ചു കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. കഥയല്ല, ഒരു യാഥാർത്ഥ്യമാണ്. ഇതിൽ എത്രമാത്രം വസ്തുതയുണ്ടെന്ന് പറയാൻ കഴിയില്ല. ക്രിസ്റ്റി പോസിറ്റീവായിട്ടുള്ള മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച ഒരു കുട്ടിയാണെന്നുള്ള ധാരണയിൽ കുട്ടിയെ ജനിച്ച ഉടനെ ടെസ്റ്റിന് വിധേയമാക്കുന്നു. HIV ബന്ധപ്പെട്ട പ്രൈമറി ടെസ്റ്റുകളിലെല്ലാം ക്രിസ്റ്റി പോസിറ്റീവ് ആവുന്നു. പിന്നീട് ഒരു പ്രത്യേക ഇൻ്റർവെൽ അനുസരിച്ചിട്ട് കുട്ടിക്ക് HIV ബന്ധപ്പെട്ട വലിയ കൺഫർമേറ്ററി ടെസ്റ്റുകളിലേക്ക് പോകുന്നു. HIV ബന്ധപ്പെട്ട് അന്ന് ചെയ്യാൻ കഴിയുന്ന 5ഓളം ടെസ്റ്റുകളിൽ ക്രിസ്റ്റി പോസിറ്റീവ് ആകുകയും പിന്നീട് ചെന്നൈയിലോ മറ്റോ വെച്ച് നടന്നിട്ടുള്ള PCR പരിശോധനയിൽ ക്രിസ്റ്റി നെഗറ്റീവ് ആകുന്ന ഒരു സംഭവം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഉണ്ടായിരുന്നൊരു സംശയം, ക്രിസ്റ്റിക്ക് PCR മുമ്പ് ചെയ്ത ടെസ്റ്റുകളിലൊക്കെ എന്താണ് സംഭവിച്ചത്? എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. HIV ഇന്ന് ഒരു കോമൺ ലബോറട്ടറി പരിശോധനയാണ്. പല സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് പ്രഗ്നൻസി പീരീഡിനിടയിൽ സർജറിയുടെ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് മറ്റ് ഇൻഫെക്ഷൻസായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അതല്ലാത്ത പല സന്ദർഭങ്ങളിലും ഡോക്ടർമാർ HIV ടെസ്റ്റ് ഇന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് സാധാരണയാണ്. ലബോറട്ടറി പരിശോധനകളിലേക്ക് വന്നാൽ ഒരു 3rd ജനറേഷൻ പരിശോധന എന്നുള്ള രൂപത്തിൽ സ്പോട്ട് കാർഡ് ടെസ്റ്റുകളാണ് ഇന്ന് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത്. അതിനെ റാപ്പിഡ് ടെസ്റ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റാപ്പിഡ് കാർഡ് ടെസ്റ്റുകൾ, റാപ്പിഡ് ട്രൈഡോട്ട് ടെസ്റ്റുകൾ ഒക്കെയാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അതേസമയം ഓറൽ ക്യുക്ക് സ്പോട്ട് HIV ടെസ്റ്റുകളുണ്ട്. അതിന് ഓറൽ സ്വാബാണ് സാമ്പിളായിട്ട് ഉപയോഗിച്ച് വരുന്നത്. അതേപോലെ ഇൻസ്റ്റി HIV ടെസ്റ്റുകൾ എന്ന പേരിൽ സ്പോട്ട് HIV ടെസ്റ്റുകളും നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണാൻ കഴിയും. അതിന് ഏറ്റവും എളുപ്പത്തിൽ ഫിംഗർ പ്രിക്ക് ഉപയോഗിച്ചുള്ള ബ്ലഡാണ് സാമ്പിളായിട്ട് ഉപയോഗിക്കുന്നത്. ഇതേപോലെ നമ്മുടെ നാടുകളിലൊക്കെ കാണാൻ കഴിയുന്ന സിറം അല്ലെങ്കിൽ പ്ലാസ്മ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന സ്പോട്ട് കാർഡ് ടെസ്റ്റുകൾ, ട്രൈഡോട്ട് മെത്തേഡുകൾ ഇന്ന് സർവ്വസാധാരണമാണ്. പക്ഷേ HIV ടെസ്റ്റുകളുടെ ഒരു പൊതുവായ പ്രോബ്ലം, ഈ ഓർഗാനിസത്തിന് എല്ലാ ഓർഗാനിസത്തെ പോലെ ഒരു വിൻഡോ പീരീഡ് ഉണ്ട്. പക്ഷേ HIV വിൻഡോ പീരീഡ് 3 മാസം വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഈ വിൻഡോ പീരീഡിൽ പ്രൈമറി ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസിലെല്ലാം തന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് കിട്ടണമെന്നില്ല. ഓർഗാനിസം നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഒരു പ്രത്യേക പീരീഡിന് ശേഷം മാത്രമാണ് പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻസിൽ പോസിറ്റീവ് റിസൾട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ട്രിവാൻഡ്രത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെറിയ കുട്ടികൾക്ക് ബ്ലഡ് കൈമാറ്റത്തിലൂടെ HIV ബാധിച്ച സംഭവം. എങ്ങനെയാണ് ചെറിയ കുട്ടികൾക്ക് ഡൊണേറ്റ് ചെയ്യപ്പെടുന്ന ബ്ലഡിൽ നിന്നും HIV ഉണ്ടാവുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഒരു HIV പേഷ്യൻ്റ് അവരുടെ വിൻഡോ പീരീഡിലാണ്, അവരുടെ സ്റ്റാർട്ടിംഗ് പീരീഡിലാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിൽ നിന്നും പേഷ്യൻസിന് HIV വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വിൻഡോ പീരീഡിൽ ബ്ലഡ് ബാങ്കിൽ നടത്തുന്ന HIV പരിശോധനകളിൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടണമെന്നില്ല. രണ്ടാമത്തെ ഗ്രേഡ് ടെസ്റ്റുകളാണ് എലൈസ ടെസ്റ്റുകൾ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് അസ്സേ എന്ന് പറയുന്ന എലൈസ ടെസ്റ്റുകൾ. എലൈസ ഒരു മെത്തേഡാണ്. രോഗത്തിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസിനെയാണ് എലൈസ വഴി നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. എലൈസ കാർഡ് ടെസ്റ്റുകളെ അപേക്ഷിച്ച് കുറേ കൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റാണ്. കാർഡ് ടെസ്റ്റുകളെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ടെസ്റ്റ് കൂടിയാണ് എലൈസ. കുറച്ച് കാലം മുമ്പ് വരെ എയ്ഡ്സ് അല്ലെങ്കിൽ HIV കൺഫർമേറ്ററി ടെസ്റ്റ് അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത് വെസ്റ്റേൺ ബ്ലോട്ട് എന്ന് പറയുന്ന 3ാമത്തെ ടെസ്റ്റാണ്. എന്നാൽ ഇന്ന് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ RT-PCR ഒക്കെ വന്നതോടുകൂടി വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റിനേക്കാൾ കുറേ കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ നമ്മുടെ മുമ്പിൽ എത്തിച്ചേർന്നു. വെസ്റ്റേൺ ബ്ലോട്ടിനും വിൻഡോ പീരീഡിൻ്റെ പരിമിതികളുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്നാൽ ഇന്ന് HIV കണ്ടുപിടിക്കുന്നതിന് അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്യുന്നതിന് 4th ജനറേഷൻ ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് PCR ടെസ്റ്റ് തന്നെയാണ്. HIV ഒരു RNA വൈറസ് ആയതുകൊണ്ട് RT-PCR ആണ്
നമ്മൾ ചെയ്തു വരുന്നത്. PCR ഉം RT-PCR തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. PCR-ൻ്റെ പ്രത്യേകത ഓർഗാനിസം വിൻഡോ പീരീഡിലായിരിക്കുമ്പോഴും 10 മുതൽ 14 ദിവസം വരെ മാത്രമേ ഈ ടെസ്റ്റുകൾക്ക് ഒരു റിസ്ക് ടൈം ഉള്ളൂ. അതിനുശേഷം ഏതൊരു കാലയളവിലും PCR ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രോഗത്തെ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത. PCR കഴിഞ്ഞാൽ നമുക്ക് HIV പേഷ്യൻസിൻ്റെ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ടെസ്റ്റാണ് P24 ആൻറ്റിജൻ ടെസ്റ്റ്. ഇതും വൈറസിൻ്റെ ശരീരത്തിലുള്ള പ്രോട്ടീൻസിനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പേഷ്യൻ്റ് ഇൻഫെക്റ്റഡ് ആയി 2 മുതൽ 6 ദിവസം കഴിഞ്ഞാൽ നമുക്ക് P24 ആൻറ്റിജൻ ടെസ്റ്റ് വഴി HIV ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത. അത് മാത്രമല്ല, ഈ ടെസ്റ്റ് HIV ബാധിച്ച പേഷ്യൻസിൻ്റെ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും സാധിക്കും. ഈ പറഞ്ഞു കഴിഞ്ഞ ഇത്രയും ടെസ്റ്റുകളാണ് HIV ഡിറ്റക്ഷന് വേണ്ടിയിട്ട് സാധാരണ ലാബുകളിൽ ഉപയോഗിച്ച് വരുന്ന വ്യത്യസ്ത കാറ്റഗറി ടെസ്റ്റുകൾ. ഇതിൻ്റെ കാറ്റഗറിക്ക് അനുസരിച്ച് ഇതിൻ്റെ കോസ്റ്റിലും വ്യത്യാസമുണ്ട്. കാർഡ് ടെസ്റ്റുകളെ അപേക്ഷിച്ചിട്ട് കുറേ കൂടി കോസ്റ്റ് കൂടുതലുള്ള ടെസ്റ്റുകളാണ് എലൈസ ടെസ്റ്റുകളും വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റുകളും. അതിനേക്കാൾ കോസ്റ്റ്ലിയാണ് PCR ടെസ്റ്റുകൾ, P24 ആൻറ്റിജൻ ടെസ്റ്റുകളൊക്കെ. നെക്സ്റ്റ് HIV മോണിറ്ററി ടെസ്റ്റുകളാണ്. HIV ബാധിച്ച പേഷ്യൻസിന് അവരുടെ ഡിസീസ് കൺട്രോൾ ആവുന്നുണ്ടോ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ അതല്ലെങ്കിൽ അവരുടെ മെഡിസിൻ പർപ്പസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന 2-3 ടെസ്റ്റുകളെ കുറിച്ച് കൂടെ നമുക്ക് പറയാം. അതിലൊന്ന് CD4 കൗണ്ട് ടെസ്റ്റാണ്. ഇവിടെ മെഷർ ചെയ്യുന്നത് CD4 T സെൽസ് ആണ്. രണ്ടാമത്തത് HIV വൈറൽ ലോഡ് ടെസ്റ്റാണ്. HIV RNA ലെവൽസിനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഈ ടെസ്റ്റിൽ ചെയ്യുന്നത്. ഇതും ട്രീറ്റ്മെൻറ്റിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് കൂടിയാണ്. ഈ 2 ടെസ്റ്റുകളും കൂടാതെ ഡ്രഗ് റെസിസ്റ്റൻ്റ് ടെസ്റ്റിംഗ് കൂടെ HIV-യുമായി ബന്ധപ്പെട്ടുണ്ട്. അത് ജീനോടൈപ്പ് ഫിനോടൈപ്പ് സ്റ്റഡിയാണത്. ഈ 4th ജനറേഷൻ ടെസ്റ്റുകൾ അതുപോലെ തന്നെ ഡ്രഗ് മോണിറ്ററിംഗ് ടെസ്റ്റുകളും ഇവാലുവേഷൻ ടെസ്റ്റുകൾ ഉൾപ്പെടെ ഉള്ള HIV ടെസ്റ്റുകൾ ഫുള്ളി ഓട്ടോമാറ്റഡ് സെമി ഓട്ടോമാറ്റഡ് മെഷീനുകളിലാണ് നമ്മൾ ചെയ്തു വരുന്നത്. അതുകൊണ്ട് കുറേ കൂടി വികസിതമായിട്ടുള്ള ലബോറട്ടറികളിലാണ് ഇത്തരം ടെസ്റ്റുകൾ കാണപ്പെടുന്നത്. അതേസമയം കാർഡ് ടെസ്റ്റുകൾ എല്ലാ സ്മോൾ സ്കെയിൽ ലബോറട്ടറികളിലും കാണപ്പെടുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.